വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡ് കയറ്റിക്കൊണ്ടുപോകവെ ടിപ്പർ ലോറിയിൽ നിന്നും കല്ല് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെ സർവകക്ഷി യോഗം അലസിപ്പിരിഞ്ഞു. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി ജില്ലാ ഭരണകൂടം ഉടൻ സർക്കാരിന് കൈമാറും. നഷ്ടപരിഹാര തുക സംബന്ധിച്ചും സർക്കാരും അദാനി ഗ്രൂപ്പും തീരുമാനമെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ ഇനി മുതൽ കർശന പരിശോധന നടത്തും. പോലീസും MVDയും എക്സൈസും ചേർന്നായിരിക്കും പരിശോധന ശക്തമാക്കുക. അമിതഭാരവും വേഗവും നിയന്ത്രിക്കും. 2 ദിവസത്തിനകം ഇതിനുള്ള മാർഗരേഖ തയ്യാറാക്കി ജില്ലാ ഭരണകൂടം സർക്കാരിന് കൈമാറും. നമ്മുടെ ഈ വെഹിക്കിൾസ് എല്ലാം കൊണ്ടുവരുന്നത് അതിനകത്ത് ഈ ഓവർലോഡിംഗ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ബോഡിയിനുള്ളിൽ നിലനിർത്താനും നിലവിലുള്ള നിയമപ്രകാരമുള്ള രീതിയിലുള്ള ടണ്ണേജ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അത് അവിടെ കൊണ്ടുവന്ന് ലോഡ് കയറ്റുന്ന സ്ഥലത്തിലും ഇവിടെ ഇറക്കുന്ന സ്ഥലത്തിലും പരിശോധന നടത്താൻ അത് ഉറപ്പുവരുത്താനും ആണ് ഇപ്പം നിലവിലുള്ള ഈ എൻഫോഴ്സ്മെന്റ് സംബന്ധമായ കാര്യങ്ങളും റെഗുലേറ്ററി സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുത്തത്. ടിപ്പർ അപകടത്തിൽ മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തുടർന്ന് വിൻസെന്റ് MLA അടക്കമുള്ള കോൺഗ്രസ് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ചു. ഈ അപകടങ്ങൾക്കെല്ലാം കാരണം മോട്ടോർ വെഹിക്കിളിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പലതരത്തിലുമുള്ള ഇടപെടലുകളാണ്. അതേസമയം പ്രശ്നപരിഹാരത്തിന് തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ടിപ്പർ ലോറികളെ നിർമ്മാണ സ്ഥലത്തേക്ക് ലോഡുമായി കയറ്റിവിടാൻ അനുവദിക്കില്ലെന്നാണ് ഉയരുന്ന പൊതുവികാരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.